ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഇതിന് എത്ര എടുക്കണം, കൂട്ടണം, കുറക്കണം എന്നൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഇതേ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ നമ്മുടെ ചോറുണ്ടല്ലോ, തലേദിവസം ചോറുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടാക്കി വെച്ച് ചോറുണ്ടെങ്കിൽ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും ചോറൊക്കെ റെഡി ആവണതല്ലേ. ചോറുണ്ടെങ്കിൽ അത് നമുക്കൊരു പിടിയിട്ട് കൊടുക്കാം. കുറച്ച് ചോറിന് ഇട്ടതിന് ശേഷം നമുക്കിത് ഇതിലോട്ട് നമ്മൾ 2 മുട്ട നമ്മൾ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ദോശ നമുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറും അതുപോലെ തന്നെ നമ്മൾ 2 മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യില്ല നമുക്ക് വേണ്ടി, നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാൽ എവിടെ എത്തില്ല. അപ്പോൾ പിന്നെ നമുക്കിത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നമ്മളെ പാൻ അടുപ്പത്ത് വെക്കാം. നമ്മൾ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട്, വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്യാൻ വേണമെങ്കിൽ വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ ഒഴിച്ചെടുത്താൽ കണ്ടില്ലേ നമ്മളെ അടിപൊളി ഓട്ടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഫസ്റ്റത്തെ 2-3 നമുക്ക് ഫ്ലോപ്പ് ആയി പോകും. അങ്ങനെ എനിക്കും അങ്ങനെ പറ്റിയിട്ടോ. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്നതെല്ലാം മാഷാഅല്ലാ നല്ല രീതിക്ക് തന്നെ നല്ല അടിപൊളി ഓട്ടദോശ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ കാണാൻ വരേക്കും ബൈ.